ഇനി ഇവിടെ കണക്ഷൻ കൊടുക്കുന്നതോട് കൂടി ഇത് കത്തുന്നതായിരിക്കും. ഗൈസ് സംഭവത്തിലതാ നമ്മുടെ ബൾബ് ഇതാ തെളിഞ്ഞിരിക്കുകയാണ്. ഈ സംവിധാനം നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി KSEB വേണ്ട, കറണ്ട് ബില്ല് വേണ്ട, ഒരു സംഭവം വേണ്ട. നന്നായിട്ട് പൊളിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാ ബൾബ് ഇതാ കത്തുന്നു. ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ എനർജി ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇതാ ഈ രണ്ട് കാന്തത്തിലും കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, കറക്റ്റായിട്ട് തന്നെ കത്തുന്നു. ഹൈ ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിന്റെ മറ്റൊരുവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫ്രീ എനർജി ഉണ്ടാക്കാൻ പോയാണ്. ഇനി ഒരു ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല, അതുപോലെ തന്നെ ബാറ്ററിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രീ ആയിട്ട് എങ്ങനെ നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രീ എനർജി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇലക്ട്രിസിറ്റീൻ്റെ അല്ലെങ്കിൽ ബാറ്ററിയുടെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമ്മളിന്ന് ബൾബ് കത്തിക്കും. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൾബ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൾബും അതുപോലെ തന്നെ ഇതിലേക്ക് 2 കണക്ഷനും കൊടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇതേപോലെ 2 വയറുകളും കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ പിന്നെ എടുത്തിരിക്കുന്നത് കാന്തമാണ്. ഇതേപോലെയുള്ള 2 കാന്തം നമ്മൾ എടുത്തിരിക്കുകയാണ്. 2 കാന്തം സ്പീക്കറിൽ നിന്നും അയച്ചെടുത്ത കാന്തം കേട്ടോ. വലിയ കാന്തം തന്നെയാണ്. നമ്മളിത് എടുത്തതിന് ശേഷം ഇതിലാണ് നമ്മൾ ഫ്രീ എനർജി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ സിസ്റ്റം ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 2 കാന്തവും നമ്മൾ എടുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് വയറുകൾ എടുത്തിട്ടുണ്ട്. ഇതാണ് വയറുകൾ കേട്ടോ. 1.5 mm വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 6 മീറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ഈ 3 സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഫ്രീ എനർജി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഒരു ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ബാറ്ററിയോ ഒന്നും വേണ്ട, നമ്മൾ ഫ്രീ എനർജി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വർക്കിലേക്ക് കിടക്കാം. നമ്മൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കാന്തം നമ്മൾ എടുക്കുക. ഈ ഒരു കാന്തം എടുത്തതിന് ശേഷം നമ്മളിതിൽ വയറ് ചുറ്റി കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇതിൽ നിന്നും ഒരു 4 മീറ്റർ വയർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ 4 മീറ്റർ വയർ എടുത്തതിന് ശേഷം ഈ കാന്തത്തിൽ ചുറ്റി കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ കോർത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചുറ്റി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ചുറ്റി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതേപോലെ നമുക്കിതിന് മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ 42 ചുറ്റുകൾ ചുറ്റിട്ടോ. ഈ ഒരു വയറ് 4 മീറ്ററോളം നീളമുണ്ട്. അപ്പോൾ 42 ചുറ്റുകൾ നമ്മൾ ചുറ്റിയിരിക്കുകയാണ്. ഇതേപോലെ 2 കണക്ഷനും 2 അറ്റവും ഇതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി രണ്ടാമത്തെ കാന്തം എടുക്കാം. രണ്ടാമത്തെ കാന്തം എടുത്തതിന് ശേഷം നമ്മൾ ചുറ്റി കൊടുക്കണം. രണ്ടാമത്തെ കാന്തം നമ്മൾ അത്ര വലിയ വയർ എടുത്തിട്ടല്ല ചുറ്റുന്നത്, ചെറിയൊരു വയർ എടുത്തതിന് ശേഷമാണ് നമ്മൾ ചുറ്റാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ചുറ്റിയെടുക്കാം. അതേപോലെ തന്നെ ചുറ്റൽ ഒരേപോലെ തന്നെ കേട്ടോ, ഒരേ റൗണ്ടിൽ തന്നെ ചുറ്റി കൊടുക്കുക. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും പ്രശ്നമല്ല, സംഭവത്തിൽ കറക്റ്റായിട്ട് ചുറ്റി കൊടുത്താൽ മാത്രം മതി. ഓക്കെ ഗൈസ്, നമ്മളിതാ ഒരു മീറ്റർ വയർ മാത്രം വെച്ചുകൊണ്ട് രണ്ടാമത്തെ ചുറ്റിരിക്കുകയാണ്. 14 ചുറ്റുകൾ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വർക്കിങ്ങിൽ കിടക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ഈ ഒരു കാന്തം നമ്മളിവിടെ 14 ചുറ്റുകളും ചുറ്റി വെച്ചിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 42 ചുറ്റുകളുമായിട്ട് ഒരു കാന്തം ഇവിടെയും, അതുപോലെ തന്നെ 14 ചുറ്റുകളുമായിട്ട് രണ്ടാമത്തെ കാന്തം ഇവിടെയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബൾബ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ബൾബ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കോയിൽ കൂടി ഉണ്ടാക്കണം. അതിനാണ് ഈ 3ാമത്തെ വയർ നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു 2.5 മീറ്റർ വയറുണ്ടാവും. ഈ 2.5 മീറ്റർ വയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ബൾബിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ റൗണ്ട് സർക്കിളായിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് ചുറ്റി കൊടുക്കാം. ഈ ഒരു രൂപത്തിൽ കറക്റ്റായിട്ട് ചുറ്റിയെടുക്കുക. ഓക്കെ, ഒരു 6 ചുറ്റുകൾ നമ്മൾ ഇതേപോലെ ചുറ്റിയിട്ടുണ്ട്. 6 ചുറ്റ് കറക്റ്റായിട്ട് തന്നെ റൗണ്ട് ചെയ്തിട്ടൊക്കെയാണ്. ഇനി ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഇതേപോലെ ടാപ്പ് ചെയ്തു. ഇവിടെയും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതേപോലെ റൗണ്ട് ചെയ്ത് ചുറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ, 2 ഭാഗത്തും വയർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബൾബിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു കാന്തം 42 ചുറ്റുകൾ വെച്ചതിന് ശേഷം ഒരു കാന്തം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാന്തം ഇവിടെ ഉണ്ട്. കറക്റ്റായിട്ട് 14 ചുറ്റുകളായിട്ട് രണ്ടാമത്തെ കാന്തം ഇവിടെ 2 വയറുകളായിട്ട് നിൽക്കുന്നുണ്ട്. ബൾബ് ഇതവിടെ 2 വയറുകൾ കണക്ട് ചെയ്തിട്ട് ബൾബും ഇവിടെ ഇട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ചുറ്റിയ ഒരു 6 ചുറ്റുകളുമായിട്ട് സാധാരണ ഈ ഒരു വയറും വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കാന്തത്തിൻ്റെ നിന്ന് വരുന്ന വയർ 14 ചുറ്റിൽ നിന്നും വരുന്ന ഈ ഒരു വയർ ഇവിടെ കണക്ട് ചെയ്യുക. കറക്റ്റായിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തിലേക്ക് നമ്മൾ പിരിച്ചു കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്നും വരുന്ന ഈ ഒരു കാന്തത്തിൽ നിന്നും വരുന്ന ഈ ഒരു വയറും ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് കാന്തത്തിൽ നിന്നും വരുന്ന ഓരോ വയറുകൾ ഈ ബൾബിലേക്ക് കണക്ട് ചെയ്തു. ഈ കാന്തത്തിൽ നിന്നും വരുന്ന ഈ ഒരു അറ്റത്തിലേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ ബൾബിൽ നിന്നും ഒരു വയർ ഈ 42 ചിറ്റിലെ ഇതിലേക്ക് കറക്റ്റായിട്ട് ഇതാ വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ വയർ ഈ ചെറിയ ചിറ്റുള്ള കാന്തത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു കോയിലിലേക്ക് വന്നിട്ടുണ്ട് ഒരു കണക്ഷൻ. ഇനി ഇവിടെ കൊടുക്കുന്നതോട് കൂടി ഇത് കത്തണം കേട്ടോ. കത്തുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഗൈസ് ഇതാ ഫ്രീ എനർജി വന്നിരിക്കുകയാണ് ഗൈസ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഫ്രീ എനർജി വന്നിരിക്കുകയാണ്. ഇതാ ഈ രണ്ട് കാന്തത്തിലും കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, കറക്റ്റായിട്ട് തന്നെ കത്തുന്നുണ്ട്. ഇത് എത്രത്തോളം എന്താ പറയുക തട്ടിപ്പുണ്ടെന്നൊന്നും പറയരുത് കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ ഇതാക്കരുത്, കാരണം എന്നെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. സംഭവം ഇതാ കറക്റ്റായിട്ട് തന്നെ കത്തുകയാണ്. ഞാനിവിടെ ഒരു ബാറ്ററിയോ കാര്യങ്ങളോ ഒരു എനർജിയോ ഉപയോഗിച്ചിട്ടില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ കത്തുന്നുണ്ട്. നമുക്ക് ഒഴിവാക്കാതെ ചൂടാകുന്നുണ്ട് ഗൈസ്. പിന്നെ ഇത് KSEBയുടെ ആവശ്യം ഇനി നമുക്ക് എനർജിക്ക് ആവശ്യമില്ല. എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് രണ്ട് കാന്തമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബൾബ് കത്തിക്കാം. ഒരു ഇൻവെർട്ടറോ ബാറ്ററിയോ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? പൊളിയല്ലേ? പക്ഷേ ഇനിയാണ് കാണാൻ പോകുന്ന കാഴ്ച. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടം പോലെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ വ്യൂ എന്ന് പറഞ്ഞത് 50 മില്യൺ 100 മില്യൺ വ്യൂ ഒക്കെ ആയിരിക്കും അല്ലേ? പക്ഷേ ഇതിനൊരു തട്ടിപ്പുണ്ട്. അതെന്താണ് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോയി കേട്ടോ. എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതാ ഒരു പ്രാവശ്യം കൂടി കൊടുത്താലും ഇതേപോലെ തന്നെ കത്തുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ബാറ്ററിയും കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണെന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നാണ് മാറ്റി വെക്കാം. അതിനുശേഷം ഇതാ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇങ്ങോട്ട് എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിതാ ഈ ഒരു ഗ്ലാസ് എടുത്തിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാ ഇവിടെയുള്ള ഈ ഒരു സംഭവം എടുക്കുകയാണ്. ഇപ്പം എന്താ കാണുന്നത്? നല്ല ചൂടുണ്ട് പോട്ടെ. അപ്പോൾ നമ്മളിതാ കാണുന്ന സംഭവം ഒരു ഇൻഡക്ഷൻ കുക്കർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇത് രണ്ടും ഒരു വെയിറ്റിനായിട്ട് വെച്ചാട്ടോ. ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തട്ടിപ്പ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം കൂടി ഞാൻ പറഞ്ഞു കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുമായി വെച്ചിട്ടൊന്ന് പ്രവർത്തിച്ച് തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് സംഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഇതേപോലെ കാന്തൊക്കെ വെച്ച്, ഈ കാന്തത്തിനൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇതും വേണ്ട, അതുപോലെ തന്നെ ഇതും വേണ്ട. ഇതൊക്കെ തട്ടിപ്പിന് വേണ്ടി വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഞാൻ നല്ല ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ചെയ്യുന്ന സംഭവമാണ്. ഇംഗ്ലീഷുകാരാണ് കൂടുതലും ഇതിൻ്റെ ഈ ഒരു കള്ളന്മാർ കേട്ടോ. അപ്പോൾ സംഭവത്തിൽ ഈ രണ്ട് കാന്തത്തിൻ്റെയും ആവശ്യമില്ല, അത് നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അടുത്തായിട്ട് ഈ ബൾബ് എടുത്തു. ബൾബ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കോയിലെടുത്തിട്ടുണ്ട്. ഇതാവശ്യമുണ്ട് കേട്ടോ. ഇതാവശ്യമുള്ള സംഭവം തന്നെയാണ്. ഇതേപോലെ നമ്മൾ ഒരു 5-6 ചീറ്റ്, എത്ര ചീറ്റൊന്നും കറക്റ്റ് വേണമെന്നില്ല. എന്തായാലും ഇതിൻ്റെ ഈ ഒരു രണ്ടറ്റത്തും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കണക്ട് ചെയ്ത് വെക്കാം. ഈ വയറിൻ്റെ രണ്ടറ്റത്ത് നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവത്തിൽ സിമ്പിൾ. ഒരു 12 വോൾട്ട് ബൾബ് എടുത്തു. ഇതേപോലെ ഒരു 5-6 ചുറ്റി അതിനുശേഷം നമ്മൾ ഇവിടെ ബൾബും കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇൻഡക്ഷൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ ഇതേപോലെയുള്ള ഒരു ഇരുമ്പിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒരു മെറ്റൽ പീസ് എടുത്തിട്ടുണ്ട്. ആ ഒരു മെറ്റൽ പീസിന് റൗണ്ടായിട്ട് നമ്മൾ ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ആവണം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡക്ഷൻ കുക്കർ ഓൺ ആക്കാം. ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ പവർ ഓൺ ചെയ്തു. ഇത് ഹീറ്റാൽ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്ത് ബൾബ് പോയി. സോറി ഗൈസ്, ഇത് കുറച്ച് വോൾട്ടേജ് ഏറി ബൾബ് പോയി ഗൈസ്. സംഭവത്തിൽ ചുറ്റ് കുറച്ച് ചെറുതായിട്ട് ചുറ്റേണ്ടി വരുന്നു ഗൈസ്. ബൾബ് ഫ്യൂസ് ആയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബൾബ് ഇതിലേക്ക് കണക്ട് ചെയ്ത ഈ ഒരു ബൾബ് ഇതിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കണ്ടോ. കേട്ടോ ഗൈസ്, സംഭവത്തിൽ കറക്റ്റായിട്ട് തന്നെ കത്തുന്നുണ്ട്. വയർലെസ് ആയിട്ടാണ് കത്തുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവത്തിൽ. അപ്പോൾ ഇതിൻ്റെ ചുറ്റ് കുറച്ച് കുറക്കേണ്ടി വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ആ ഒരു ഗ്ലാസും അതുപോലെ തന്നെ മുകളിലുള്ള ഗ്ലാസും ആ ഒരു തുണിയൊക്കെ കവർ ചെയ്ത് പുറത്തേക്ക് വരാൻ വേണ്ടി ചുറ്റ് കൂട്ടിയിട്ടിരുന്നു. 6 ചുറ്റ് വെച്ചിരുന്നു. ശരിക്കും ഒരു 3 ചുറ്റൊക്കെ മതിയാവും കേട്ടോ. അതിന് തന്നെ കത്തേണ്ടതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. നീറ്റായിട്ടുണ്ട് ഗൈസ്. സംഭവത്തിൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ആർക്കും പ്രവർത്തിപ്പിക്കാവുന്ന ഒരു പച്ചയായ സത്യമാണ്. ഇത് ഹിഡനായിട്ട് താഴെ വെച്ചിട്ട് ഇതേപോലെയുള്ള തട്ടിപ്പാണ് നടത്താറുള്ളത്. അപ്പോൾ ഇതൊരു തട്ടിപ്പ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ നിങ്ങൾക്ക് ഫ്രീ എനർജി ആയിട്ട് ഉണ്ടാക്കാമെന്ന് പറയും. 100 മില്യൺ 50 മില്യൺ വ്യൂ ഒക്കെ ഇതിനുള്ളത് കേട്ടോ. നമ്മളെപ്പോലത്തെ കുറേ ആളുകൾ ഇത് കണ്ടിട്ട് വെറുതെ ചുമ്മാ സമയം കളയും, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കാന്തം അതുപോലെ തന്നെ വയറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കും.
ഫെയിൽഡായി പോകും. അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം കൂടി ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന സംഭവം വെച്ചിട്ട് പറയുകയാണ്. ഇതിൻ്റെ ഷുക്കറാണ്, ഇതിനുള്ളിൽ കോയിലുണ്ടാവും. ഇതിനുള്ളിലുള്ള ആ ഒരു കോയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ പുറത്ത് ഇതേപോലെയുള്ള ഒരു കോയിൽ ചുറ്റിയിട്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഓരോ ചുറ്റുകളായിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതാ ഓൺ ചെയ്തു, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ചുറ്റിടുമ്പോൾ കുറച്ചുകൂടി വോൾട്ടേജ് കൂടി ഉണ്ടോ. ഇത് ഇടുന്നോറും ബൾബ് മിക്കവാറും ഇപ്പോൾ പോകാൻ സാധ്യത ഉണ്ടോ ഗൈസ്. സംഭവത്തിൽ ഇതാ ഉണ്ടോ ഗൈസ്, ഇതുണ്ടോ. ഇത് കറക്റ്റായിട്ട് ഞാൻ ഇതേപോലെ പിടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഉണ്ടോ ബൾബ് വോൾട്ടേജ് കൂടുന്നുണ്ടോ. ഇത് അപ്പോൾ മിക്കവാറും ബൾബ് അടിച്ചു പോകാൻ സാധ്യത കേട്ടോ. എന്തായാലും പൊളിയാണല്ലേ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാഗ്നറ്റിക് എന്താ പറയുക ഫ്രീ എനർജി ഉണ്ടാക്കിയെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള രഹസ്യം കേട്ടോ. ഈ ഒരു തട്ടിപ്പ് നമ്മൾ നിങ്ങൾക്കായിട്ട് പൊളിച്ച് തന്നിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതുവരെ നിങ്ങളെ ഈ ഒരു രീതിയിൽ തന്നെ കാണിച്ചു തരാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സർവീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക. നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.